പട്ടാമ്പി ഓർച്ചാർഡിനോടനുബന്ധിച്ചാണ് ഫാം ടൂറിസം ലക്ഷ്യമിട്ട് ഓക്സിജൻ പാർക്ക് പദ്ധതി ആവിഷ്കരിച്ചത്. ഒന്നാം ഘട്ടം പൂർത്തിയായതോടെ പാർക്ക് ജനങ്ങൾക്ക് തുറന്നുകൊടുത്തു. 5 കോടി രൂപയാണ് പദ്ധതിക്ക് വകയിരുത്തിയത്. എന്നാൽ തിരഞ്ഞെടുപ്പും മറ്റും കാരണം ശൌചാലയ സൌകര്യവും അനുബന്ധ സൌകര്യവും കാർഷിക വിപണന കേന്ദ്രവുമൊക്കെ ഒരുക്കുന്നത് നീണ്ടുപോയി. ഈ സാഹചര്യത്തിലാണ് പ്രവൃത്തികൾ വേഗത്തിലാക്കുന്നതിന് മുഹമ്മദ് മുഹസിൻ MLA നേതൃത്വത്തിൽ ഓർച്ചാർഡിൽ യോഗം ചേർന്നത്. ടോയ്ലറ്റ് മുന്നോട്ട് പോകുന്ന സമയത്ത് ഇതിന്റെ ഇടക്ക് ഈ തെരഞ്ഞെടുപ്പ് ഡിക്ലെയർ ചെയ്യുകയും ഉദ്യോഗസ്ഥർ മാറിപ്പോവുകയൊക്കെ ചെയ്തു. അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഇദ്ദേഹം അടക്കമുള്ള എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അടക്കമുള്ള ആൾക്കാർ പുതുതായിട്ട് വന്നു. അപ്പൊ ഇവർക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള ബാക്കി കാര്യങ്ങൾ അറിയാത്തൊരു സാഹചര്യം വരികയും ആ വർക്ക് അങ്ങനെ നിന്നുപോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തായിരുന്നാലും ആ സാഹചര്യം മറികടന്ന് നമുക്ക് മുന്നോട്ട് പോകണം. ടോയ്ലറ്റ് പൂർത്തീകരിക്കണം, അനുബന്ധമായിട്ടുള്ള മറ്റു കാര്യങ്ങൾ പൂർത്തീകരിക്കണം. ഒപ്പം തന്നെ ഇവിടെ മറ്റു സംഘടനകൾ, ലയൺസ് ക്ലബും റോട്ടറി ക്ലബും അതുപോലെയുള്ള സംഘടനകളൊക്കെ തന്നെ അവര് പറഞ്ഞു അവർക്ക് കൂടി ചില കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിൽ ഒരു യോഗം വിളിക്കുകയാണെങ്കിൽ നന്നായിരിക്കും. അതിന്റെ കൂടെ തന്നെ നമുക്കറിയാം, നമുക്ക് മുനിസിപ്പാലിറ്റിയും അതുപോലെ തന്നെ ബ്ലോക്കും ഒക്കെ കാർഷിക മേഖലയിലുള്ള ഉൽപ്പന്നങ്ങൾ വിൽക്കാനുള്ള സൗകര്യം എന്ന നിലയ്ക്ക് ഇത് ഇനി പ്രവർത്തിച്ച് മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ കൃഷി വകുപ്പുകളുമായി ബന്ധപ്പെട്ട് ഉൽപ്പന്നങ്ങൾ വിൽക്കാനും മറ്റുള്ള സംവിധാനങ്ങൾ കൂടി ഉണ്ടാവുമ്പോഴാണ് ഇത് പ്രാവർത്തികമാകുന്നത്. ഒരു കാര്യം എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. കൃഷി വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം പൊതുവായിട്ട് ഓക്സിജൻ പാർക്കിനോട് താല്പര്യം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പാർക്കോ ഫാമോ ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുന്നതിനോടോ താല്പര്യമില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം നമ്മളൊരു വലിയൊരു സ്വപ്നം വിഭാവനം ചെയ്ത് തുടങ്ങി ഫണ്ട് അനുവദിച്ച് അതിന്റെ പ്രവർത്തനങ്ങളുമായി പോയി കഴിഞ്ഞാൽ അതിന്റെ ബാക്കി അനുബന്ധ സൗകര്യങ്ങൾ ചെയ്യേണ്ടതും അത് വൃത്തിയായി സൂക്ഷിക്കേണ്ടതും അത് ജനങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലും ചെയ്യേണ്ടത് ഇതിന്റെ കസ്റ്റോഡിയനായിട്ടുള്ള കൃഷി വകുപ്പാണ്. കൃഷി വകുപ്പിന്റെ തന്നെ സബ്സിഡറി ആയിട്ടുള്ള KLDC ആണ് ഇതിന്റെ നിർമ്മാണ ചുമതല. അപ്പോ ഈ വകുപ്പുകൾ, ഇതിനകത്തുള്ള ആളുകൾ തമ്മിലുള്ള ഏകോപനം ഇത് നന്നായി സൂക്ഷിക്കണം എന്നുള്ള, അതുപോലെ ഏറ്റവും മികച്ച രീതിയിൽ ഇത് പൂർത്തീകരിച്ച് ഏറ്റവും നന്നായി കൊണ്ടുപോകണം എന്നുള്ളതിൽ വകുപ്പിന്റെ ഭാഗത്ത് അത്ര തന്നെ പോസിറ്റീവ് അല്ല പല ആളുകളും. ഏതൊക്കെ 1-2 ഉദ്യോഗസ്ഥർക്ക് ഇത് വലിയ താല്പര്യമില്ലാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആരൊക്കെയാണ് എന്നുള്ളത് എനിക്കറിയില്ല. നഗരസഭാ ചെയർപേഴ്സൺ TP ഷാജി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AP രാംദാസ് മാസ്റ്റർ, ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP വിജയൻ, നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അസ്ന ഹനീഫ, അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് ഡയറക്ടർ TT തോമസ്, KLDC പ്രതിനിധി ബോബൻ തുടങ്ങിയവരും സന്നദ്ധ സംഘടനാ പ്രതിനിധികളും പങ്കെടുത്തു. ഓരോ പർച്ചേസിനും ലഭിക്കുന്ന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ iPhone നേടുവാനുള്ള സുവർണാവസരവും ഈ ഓണം സമൃദ്ധിയുടേതാക്കൂ. സ്കൈ ഗോൾഡിനൊപ്പം. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി, പെരിന്തൽമണ്ണ, നിലമ്പൂർ ആൻഡ് പൊന്നാനി. ഏവർക്കും സ്കൈ ഗോൾഡിന്റെ ഹൃദയം നിറഞ്ഞ പൊന്നോണാശംസകൾ.